ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പലതരത്തിലുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഏതാണ് ഏറ്റവും നല്ലത്? എങ്ങനെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വർക്ക് ചെയ്യുന്നത്? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് പുതിയൊരു സംഭവമൊന്നുമല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി ഫാസ്റ്റിംഗ് ചെയ്യുന്നതിനെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. പണ്ട് ഫാസ്റ്റിംഗ് ചെയ്യാൻ പലതരത്തിലുള്ള കാരണങ്ങളായിരുന്നു. കൂടുതലും കൾച്ചറൽ, ചിലത് റിലീജിയസ്. ചില തരത്തിലുള്ള രോഗങ്ങൾ മാറ്റാനും പണ്ട് ഫാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. മോഡേൺ മെഡിസിൻ്റെ ഫാദറായിട്ടുള്ള ഹിപ്പോക്രാറ്റസ് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് അസുഖമുള്ള സമയത്ത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ അസുഖത്തിന് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നത് പോലെയാണെന്നാണ് പറഞ്ഞത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കൻ്റെ ഒരു ഫൗണ്ടിങ് ഫാദറായിരുന്നു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏറ്റവും നല്ല മരുന്ന് റെസ്റ്റിങ്ങും ഫാസ്റ്റിങ്ങും ആണെന്നാണ്. ഇനി എങ്ങനെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വർക്ക് ചെയ്യുന്നതെന്നും കൂടി പറയാം. നിങ്ങൾക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഫാസ്റ്റിംഗ് ചെയ്താൽ പോരാ, നിങ്ങളിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടി മനസ്സിലാക്കണം. പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഗ്ലൂക്കോസിലൂടെയാണ്. പക്ഷേ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവായിരിക്കും. ആ സമയം നമ്മളുടെ ശരീരത്തിലുള്ള ഫാറ്റി ആസിഡ്സ്, ലിപ്പിഡ്സിൽ നിന്നുമാണ് നമുക്ക് ആവശ്യമുള്ള എനർജി കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ബോഡി ഒരു മെറ്റബോളിക് സ്വിച്ചിങ് നടത്തുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന എനർജീനെ ഗ്ലൂക്കോസിൽ നിന്നും മാറ്റി സ്വിച്ച് ചെയ്ത് ലിപ്പിഡ്സിലേക്ക് അല്ലെങ്കിൽ ഫാറ്റിലേക്ക് മാറ്റുന്ന പ്രക്രിയ. ഈ മെറ്റബോളിക് സ്വിച്ചിങ് കറക്റ്റായിട്ട് നടക്കുമ്പോഴാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടിത്തുടങ്ങുന്നത്. 1963 ഒരു സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്, നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഗ്ലൂക്കോസും ഫാറ്റി ആസിഡ്സും തമ്മിൽ ഒരു കോമ്പറ്റീഷനാണ് നടക്കുന്നത് ഓക്സിഡേഷന് വേണ്ടി. ഈ ഒരു സൈക്കിളിൻ്റെ പേര് ഗ്ലൂക്കോസ് ഫാറ്റി ആസിഡ് സൈക്കിൾ എന്നാണ്. ഈ ഒരു സൈക്കിളിന് മെയിനായിട്ട് 4 സ്റ്റേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫെഡ് സ്റ്റേജ്, അതായത് ഭക്ഷണം കഴിക്കുന്ന സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പോസ്റ്റ് അബ്സോർപ്ഷനാണ്, അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിൽ നിന്നും കിട്ടുന്ന ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് എത്തി അബ്സോർബായി തുടങ്ങുന്ന സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് ഫാസ്റ്റിംഗ് സ്റ്റേജാണ്. നാലാമത്തെ സ്റ്റേജ് വീണ്ടും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്റ്റാർവേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാസ്റ്റിംഗ് സ്റ്റേജ് എന്നും പറയാം. നമ്മൾ ഓരോ നേരം ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ആ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസ് ആണ് നമ്മൾ എനർജിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്ലൂക്കോസിന് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കും നമ്മളുടെ ഓരോരോ കോശങ്ങളിലും. അതേസമയം ഫാറ്റിനെ ഒരൊറ്റ ഗ്ലിസറോൾ മോളിക്യൂളിൻ്റെ കൂടെ 3 ഫാറ്റി ആസിഡ്സിനെ ചേർത്തി ട്രൈഗ്ലിസറൈഡ്സ് എന്നുള്ള രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഫാറ്റി ടിഷ്യൂലാണ്, അല്ലെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂസിലാണ്. അപ്പോൾ സാധാരണ രീതിയിൽ 3 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ആദ്യത്തെ 2 സ്റ്റേജസിലൂടെ മാത്രമേ അവർ കടന്നു പോവുള്ളൂ. അതായത് ഫെഡ് സ്റ്റേജും ഉണ്ട്, പോസ്റ്റ് അബ്സോർപ്ഷൻ സ്റ്റേജും ഉണ്ട്. പക്ഷേ മൂന്നാമത്തെ സ്റ്റേജ്, അതായത് ഫാസ്റ്റിങ്ങിൻ്റെ സ്റ്റേജിലേക്ക് പോയാൽ മാത്രമാണ് ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ട്രൈഗ്ലിസറൈഡ്സിനെ പൊട്ടിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനെ ഗ്ലിസറോൾ വേറെ ഫാറ്റി ആസിഡ്സ് വേറെ ആക്കിയതിന് ശേഷം ഈ ഫാറ്റി ആസിഡ്സിനെ നമ്മളുടെ ലിവറിലേക്ക് രക്തം വഴി കൊണ്ടുപോവുകയും അവിടുന്ന് ഈ ഫാറ്റി ആസിഡ്സിനെ കീറ്റോൺ ബോഡീസ് ആക്കി മാറ്റുകയും ഈ കീറ്റോൺ ബോഡീസ് ഉപയോഗിച്ച് നമ്മളുടെ എല്ലാ കോശങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള എനർജി ഉൽപ്പാദിക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് നമ്മളുടെ ബ്രെയിനിന്. പക്ഷേ നിങ്ങൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 സ്റ്റേജ് മാത്രമല്ല, മൂന്നാമത്തെ സ്റ്റേജ് ഫാസ്റ്റിംഗ് സ്റ്റേജിലേക്കും കൂടി നിങ്ങൾ കിടക്കുകയാണ്. ഇങ്ങനെ മൂന്നാമത്തെ സ്റ്റേജ്, അതായത് ഫാസ്റ്റിംഗ് സ്റ്റേജിലേക്കും കൂടി കിടക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ചേഞ്ച് നിങ്ങളുടെ ബോഡിയിൽ വരുന്നത് കീറ്റോൺ ബോഡീസ് ഉൽപ്പാദിച്ചു തുടങ്ങും. അതിൻ്റെ കൂടെ ഇൻസുലിൻ്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. നമ്മൾ എല്ലാ നേരവും സാധാരണ പോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കൂടി നിൽക്കും. ഇൻസുലിൻ കൂടി നിൽക്കുന്നതിനെ കൊണ്ടാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളും വരുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസും പൊണ്ണത്തടിയും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഫാറ്റ് അക്യുമുലേഷനും ഡയബറ്റീസും എല്ലാ തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസിനും കാരണം കൂടി നിൽക്കുന്ന ഇൻസുലിനാണെന്നാണ് പറയുന്നത്. ആ ഇൻസുലിനെ ഒന്ന് കുറച്ച് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകണം. അതിന് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ഏറ്റവും നല്ല വഴി. ആദ്യത്തെ 2 സ്റ്റേജിലൂടെ മാത്രം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻസുലിൻ്റെ അളവായിരിക്കും കൂടി നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ ലെവലാണ് കൂടുന്നത്. ഗ്ലൂക്കഗോൺ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ, അതിൽ നിന്നും നമുക്ക് എനർജി എടുക്കാൻ സാധിക്കും. കീറ്റോൺ ബോഡീസ് വഴിയും നമുക്ക് എനർജി കിട്ടുന്നതാണ്. ഇങ്ങനെ 3 സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടി തുടങ്ങുന്നത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ്സ് 4 സ്റ്റേജിലൂടെ നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ സ്റ്റാർവേഷനിലേക്ക് പോകാൻ അധികം ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്രയും സമയം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഈ മെറ്റബോളിക് സ്വിച്ചിങ് നടക്കുന്നത്. അതായത് ഗ്ലൂക്കോസിൽ നിന്നും കീറ്റോൺ ബോഡീസിലുള്ള എനർജീനെ സ്വിച്ച് ചെയ്യുന്ന പ്രക്രിയ നടക്കുന്നത് മിനിമം 12 മണിക്കൂറെങ്കിലും കഴിയണം. അധികം ആൾക്കാരുടെയും പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് മസിലിൻ്റെ മാസ് കുറയോ ഇല്ലേ എന്നുള്ളതാണ്. മസിലിൻ്റെ മാസ് കുറയാതെ, മസിലിനെ യാതൊരു രീതിയിലും ബാധിക്കാതെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്
നമുക്ക് വേറെ ഒരു എനർജി സോഴ്സ് തരുന്നതും ഈ മെറ്റബോളിക് സ്വിച്ചിങ്ങിലൂടെ നമുക്ക് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് തരുന്നതും. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓവർ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പ്രമേഹം, പ്രീ ഡയബറ്റീസ്, നിങ്ങൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ ആണെങ്കിൽ ഇതൊക്കെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇൻസുലിൻ്റെ അളവ് കൂടി നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്, പ്രത്യേകിച്ചും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഹൈ കൊളസ്ട്രോൾ ലെവൽ, ഇതൊക്കെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന PCOD, ഒബീസിറ്റി, ഹോർമോണൽ ചേഞ്ചസ്, ഇതെല്ലാം ശരിയാക്കാനും സാധിക്കും. നിങ്ങളുടെ മെൻ്റൽ ഫങ്ഷൻ, നിങ്ങളുടെ ചിന്തിക്കാനുള്ള ശക്തി, കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഒക്കെ വർദ്ധിക്കാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്ന ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ, ദീർഘകാലം നിലനിൽക്കുന്ന തരത്തിലുള്ള ഇൻഫ്ലമേഷനെ കുറച്ച് നിർത്തി പലതരത്തിലുള്ള ക്യാൻസർ പോലത്തെ കണ്ടീഷൻസും, ക്രോൺസ് ഡിസീസ്, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ കുറച്ച് നിർത്താനും അത് തടയാനും നിങ്ങളുടെ ബോഡിക്ക് ഇത്തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് വരാതെ നോക്കാനും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗിന് കഴിയുമെന്നാണ് പറയുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒരു തരത്തിലല്ല, നിങ്ങൾക്ക് പല രീതിയിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം. അത് ഏതൊക്കെ മെത്തേഡ്സ് ആണെന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ഡേ ഫാസ്റ്റിംഗ് ആണ്. അതായത് നിങ്ങൾ ഒരു ദിവസം ഫാസ്റ്റിംഗ് ചെയ്യുന്നു, അടുത്ത ദിവസം നിങ്ങൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ കഴിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ഇങ്ങനെ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയം നിങ്ങൾ വെള്ളം മാത്രമാണ് കുടിക്കുന്നത്, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ലെവലിൽ മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും കാലറി റെസ്ട്രിക്ഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി ചെയ്യാൻ എളുപ്പം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. കാലറി റെസ്ട്രിക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസം എത്ര കാലറീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ അധികം ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഓൾട്ടർനേറ്റ് ഡേ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, പക്ഷേ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് ആ സമയത്ത് പ്രോപ്പർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ തരത്തിലുള്ള ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് 5:2 ഫാസ്റ്റിംഗ് ആണ്. അതായത് ഒരാഴ്ചയിൽ 5 ദിവസം നിങ്ങൾക്ക് സാധാരണ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ഭക്ഷണം കഴിക്കാം. ഭക്ഷണത്തിൻ്റെ സമയം ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ ആഴ്ചയിൽ 2 ദിവസം 24 മണിക്കൂറും ഫാസ്റ്റിംഗ് ചെയ്യുക. അത് ഏതൊക്കെ ദിവസമാണെന്നുള്ളത് നിങ്ങളുടെ വർക്കിനനുസരിച്ച്, നിങ്ങളുടെ വീക്ക് ഓഫിനനുസരിച്ച്, നിങ്ങളുടെ ജീവിതശൈലിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ മാറ്റം വരുത്താവുന്നതാണ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ടൈം റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് ആണ്. ഇതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ ഭക്ഷണം കഴിക്കുന്ന സമയം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് വെറും 6 മണിക്കൂർ മുതൽ 8 മണിക്കൂറിൻ്റെ ചെറിയൊരു വിൻഡോ പീരീഡിൽ മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ തന്നെ 16 മണിക്കൂർ മുതൽ 18 മണിക്കൂർ വരെ കിട്ടും. ഇങ്ങനെ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയം കൂടി കൂട്ടിയിട്ടാണ്. അധികം ആൾക്കാരും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങുന്നത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 8 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അടുത്തൊരു 8 മണിക്കൂറിനുള്ളിൽ തന്നെ ആ ദിവസത്തേക്കുള്ള എല്ലാ ഭക്ഷണവും കഴിക്കേണ്ടതാണ്. അതായത് വൈകിട്ട് 4 മണി ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ലഞ്ചും കഴിയണം, ഡിന്നറും കഴിയണം. മെയിനായിട്ട് നിങ്ങൾക്ക് 3 മീൽസ് വരെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 മണി സമയം ആകുമ്പോഴത്തേക്കും കഴിക്കാം. ഡിന്നർ 4 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം വെള്ളം മാത്രം കുടിക്കുക, ഫാസ്റ്റിംഗ് ചെയ്യുക. അപ്പോൾ വൈകിട്ട് 4 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 8 മണി വരെ നിങ്ങൾക്ക് 16 മണിക്കൂറാണ് ഫാസ്റ്റിംഗ് കിട്ടുന്നത്. ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾക്ക് 8 മണി 4 മണി തന്നെ ആക്കണമെന്നില്ല. നിങ്ങളുടെ ടൈം നിങ്ങളുടെ വർക്കിനനുസരിച്ച് ഈ പറയുന്ന സമയമൊക്കെ മാറ്റാം. രാവിലെ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നർ വൈകിട്ട് 6 മണിക്കും ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ 11 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നർ വൈകിട്ട് 7 മണിക്ക് ആക്കാം. മാക്സിമം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിന് ബെനിഫിറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ സൺസെറ്റിൻ്റെ മുമ്പേ, സൂര്യാസ്തമനത്തിന് മുമ്പേ നിങ്ങൾ രാത്രിയത്തെ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ടൈം റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇത് എല്ലാ ദിവസവും ചെയ്യണം. ആഴ്ചയിൽ 1-2 ദിവസം ചെയ്തിട്ട് കാര്യമില്ല. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് B2 റെജിമൻ ആണ്. ഇവിടെയും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് കിട്ടേണ്ടത് മിനിമം 14 മണിക്കൂറാണ്. B2 എന്ന് പറയാൻ കാരണം ഇവിടെ നിങ്ങൾ ഒരു ദിവസം മെയിനായിട്ട് 2 വലിയ മീൽസേ കഴിക്കുന്നുള്ളൂ. അത് യൂഷ്വലി സാധാരണ എല്ലാവരും ചെയ്യാറ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും മാത്രം കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിങ്ങൾക്ക് രാവിലെ 6 മണിൻ്റെയും 10 മണിൻ്റെയും ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ലഞ്ച് നിങ്ങൾക്ക് 12 മണിൻ്റെയും 4 മണിൻ്റെയും ഇടയിൽ കഴിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 മീൽസോട് കൂടി നിങ്ങളുടെ ആ ദിവസത്തെ ഭക്ഷണം നിങ്ങൾ നിർത്തണം. രാത്രി ഡിന്നർ ഉണ്ടാവില്ല, അതായത് മൂന്നാമത്തെ ഒരു മീൽ ഉണ്ടാവില്ല. ഇങ്ങനെ ദിവസം ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 14 മണിക്കൂർ ഫാസ്റ്റിംഗ് എല്ലാ ദിവസവും കിട്ടുന്നതാണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. ഇത് കൂടാതെ ഇനി പലതരത്തിലുള്ള കാലറി റെസ്ട്രിക്റ്റഡ് ഡയറ്റ്സും പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യന്മാർക്കും വ്യത്യാസമുണ്ട്. ഒരാൾക്ക് ഒരു തരത്തിലുള്ള ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഒരേപോലെ അതേപോലെ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഓരോ തരത്തിലുള്ള ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും ട്രൈ ചെയ്ത് നോക്കണം, എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണം. 1-2 മാസം നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ
ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതിനനുസരിച്ച് മരുന്നിൻ്റെ ഡോസൊക്കെ മാറ്റേണ്ടി വരും, മരുന്ന് കഴിക്കുന്ന സമയം മാറ്റേണ്ടി വരും. നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എങ്ങനെ ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഡോഫോഡിയിലുള്ള ഡോക്ടേഴ്സുമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്യാവുന്നതാണ്. ഇനി എനിക്കറിയേണ്ടത്, നിങ്ങൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് തരത്തിലാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഓരോ ദിവസവും എത്ര മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഒരൊറ്റ പ്ലേലിസ്റ്റായി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.